അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നെയ്യ് എടുക്കാം. നെയ്യാകുമ്പോൾ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ എണ്ണ അതാ ചൂടായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 5 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോ അധികം എരിവില്ലാത്ത മുളകായത് കൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 3 ഒക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉഴുന്ന് പരിപ്പിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറണം. ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലിപ്പത്തിലുള്ള 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഒക്കെ എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്, ഒരുപാട് വേണ്ട. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വലിയ ജീരകം പെരിഞ്ജീരകവും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കശകശയാണ്. മസാലയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ലേ കശകശ, നമ്മൾ ഇറച്ചിയിലും മസാലയിൽ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കശകശ ചേർക്കാറുണ്ട്. നമ്മൾ പോപ്പി സീഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കൊണ്ടെന്നുണ്ടെങ്കിൽ കശകശ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സറിലൊക്കെ ചേർക്കുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ ഉഴുന്നിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങ ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടല്ലേ, അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം കുറവായത് കൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഏലക്ക ഒന്നും ചേർക്കുന്നില്ല. ഗ്രാമ്പും അതുപോലെ പട്ടയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരണം. സവാളയൊക്കെ നല്ലതുപോലെ വയന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയോ ചെയ്യുക. തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്.
ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാടങ്ങ് ഉടച്ചെടുക്കരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാകും. വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വലിയ വലിയ കഷ്ണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നാൽ മതി. അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ആ പച്ച ചുവക്ക് ഒന്ന് മാറി കിട്ടുന്ന വരെ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ജാറ് കഴുകിയിട്ടെടുത്ത വെള്ളമാണ്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് മുതൽ 4 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ പൊട്ടുകടല, ഉഴുന്ന്, അതുപോലെ തന്നെ കശകശയൊക്കെ ചേർത്തത് കൊണ്ട് ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുവരെയ്ക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 5-6 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വരണം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് തിളപ്പിച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് ഇപ്പോൾ ചൂടായിട്ടല്ലേ ഇരിക്കുന്നത്. ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നെയ്യ് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇഡ്ഡലി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുറുമ മാത്രം മതി നമുക്ക് എത്ര ഇഡ്ഡലി വേണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഈ ഇഡ്ഡലി കുറുമ തയ്യാറാക്കി നോക്കുക. എല്ലാ കറികളിൽ നിന്നും കുറച്ചും കൂടെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇഡ്ഡലി കുറുമ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ കുറുമ ഇഡലിയുടെ കൂടെ മാത്രമല്ല, ചോറിന്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും അങ്ങനെ എന്തിന്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഇഡലി കുറുമ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്